അശ്വതി, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് എങ്ങനെയാണ് കാലാവസ്ഥ വിശേഷങ്ങൾ? ഗുഡ് മോർണിംഗ് സേതു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എ വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ പല സ്ഥലങ്ങളിലും അത്യാവശ്യം നല്ല മഴ ലഭിച്ച ദിവസമാണ്. അതേസമയം പല ജില്ലകളിലും നല്ല വെയിലായിരുന്നു. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കാവുന്ന ഒന്നാണ് ഈ കാലാവസ്ഥ. പക്ഷേ ഈ മാറ്റങ്ങൾക്കനുസരിച്ച് മുൻകരുതലുകളൊക്കെ സ്വീകരിച്ച് തയ്യാറായി ഇരിക്കുക എന്നുള്ളതിലാണ് ഒരു മാസമുള്ളത് അല്ലേ. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ എങ്ങനെയൊക്കെയാണെന്ന് പരിശോധിക്കാം, എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും നോക്കാം. ഇന്ന് കേരളത്തിൻ്റെ മാപ്പ് പരിശോധിക്കുമ്പോൾ ഒരു ജില്ലയിലാണ് യെല്ലോ അലേർട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അത് മലപ്പുറം ജില്ലയിലാണ്. ഇവിടെ ഇടിമിന്നലോട് കൂടിയുള്ള മഴയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. 40 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുമുണ്ട്. ബാക്കിയുള്ള ജില്ലകളിൽ നിലവിൽ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുകളൊന്നുമില്ല. പച്ചയിലാണ്, നമ്മൾ സ്ഥിരം പറയുന്നതാണ്, പ്രേക്ഷകർക്ക് അറിയാം. എന്നാൽ കൂടി ജില്ലകളിൽ നേരിയ മഴയ്ക്കുള്ള സാധ്യത ഉണ്ട്. എന്നാൽ ഇത്രയൊക്കെ മഴ ലഭിച്ചിട്ടും ചൂടിന് കുറവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ ഏതൊക്കെ ജില്ലയിലാണ് ഉയർന്ന ചൂടെന്ന് നമുക്ക് പരിശോധിക്കാം. പകല് താപനില 32 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്. ഈ തീരപ്രദേശങ്ങളിലൊക്കെ ചൂട് കൂടുതലായിരിക്കും. നിലവിൽ പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ താപനിലയുള്ളത്. 37 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് പാലക്കാട്. ശേഷം കോട്ടയം, എറണാകുളം, കണ്ണൂർ, കോഴിക്കോട് എന്നീ 4 ജില്ലകളിലാണ് താപനില കൂടുതലായിട്ടുള്ളത്. 34 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് കൂടുതൽ. ഇത് മാത്രമല്ല, പല ജില്ലകളിലും ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, മലപ്പുറം എന്നീ 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണുള്ളത്. ഈ ഇടുക്കിയിലൊക്കെ അൾട്രാവയലറ്റിൻ്റെ ഇൻഡെക്സ് സൂചിക എന്ന് പറയുന്നത് 9 കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, മലപ്പുറം ജില്ലകളിലൊക്കെ 8 UV നിരക്ക്. ഇനി ബാക്കിയുള്ള ജില്ലകൾ എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിലൊക്കെ 6 രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി എവിടെയൊക്കെയാണ് ഈ ഇൻഡെക്സ് UVയുടെ ഇൻഡെക്സ് കുറവുള്ളതെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ്. ഇവിടെ UV ഇൻഡെക്സ് രേഖപ്പെടുത്തിയിരിക്കുന്നത് 5 മുതൽ 3 വരെയൊക്കെയാണ്. ഇനി എപ്പോഴാണ് ഇതിൻ്റെ തീവ്രത കൂടുന്നതെന്ന് ചോദിച്ചാൽ ഈ UV ഇൻഡെക്സ് 0 മുതൽ 5 വരെ ആണെങ്കിൽ മനുഷ്യന് ഹാനികരമല്ല. പക്ഷേ 6 മുതൽ 7 വരെയാണെങ്കിൽ അത് യെല്ലോ അലേർട്ടും, 8 മുതൽ 10 വരെയാണെങ്കിൽ അത് ഓറഞ്ച് അലേർട്ടും, ഇനി 11 മുകളിലാണെങ്കിൽ അത് റെഡ് അലേർട്ടുമാണ്. ഈ കോട്ടയം ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനിൽ ഇന്ന് ഉയർന്ന ചൂടെന്ന് പറയുന്നത് 35 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് എത്തിയിരിക്കുന്നത്. അതായത് അൾട്രാവയലറ്റ് ഇൻഡെക്സ് അവിടെ ഓറഞ്ച് അലേർട്ടിലാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ മഴയൊക്കെ ആണല്ലോ എന്ന് കരുതി ആശ്വസിക്കാനാവില്ലെന്ന് നമുക്കിപ്പോൾ ഒരു ചെറിയ സൂചനയൊക്കെ കിട്ടിയില്ലേ. ഈ ഉയർന്ന ചൂട് സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് ഇനി പറയുന്ന കാര്യങ്ങൾ ഒന്ന് കൃത്യമായി അനുസരിക്കണം. നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക. നമ്മൾ എന്നും പറയുന്ന കാര്യമാണ്. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള വെയിൽ പരമാവധി കൊള്ളാതിരിക്കാൻ ശ്രമിക്കണം. അടുത്തതായി വെള്ളം കുടിക്കുക. ദാഹമില്ലെങ്കിലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. നമുക്ക് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലാത്തൊരു കാര്യമാണല്ലേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. അടുത്തതായി പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക. ഈ ORS ലായനി, സംഭാരം തുടങ്ങിയവയൊക്കെ കഴിക്കുന്നത് നല്ലതായിരിക്കും. പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക. കുടയോ തൊപ്പിയോ ഉപയോഗിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ ചൂട് കൂടുതലുള്ള ഈ ഒരു സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഈ വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും പ്രത്യേകം ജാഗ്രത പാലിക്കണം. ഈ കാട്ടുതീ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണം. വനംവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. പിന്നെ നമുക്ക് ഈ ഓൺലൈൻ ഭക്ഷണ വിതരണം നടത്തുന്നവരൊക്കെ അറിയാലോ അല്ലേ. നമുക്ക് കൃത്യസമയത്ത് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ കൃത്യസമയത്ത് ഭക്ഷണം എത്തിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഈ ഉച്ച സമയത്ത് സുരക്ഷിതരാണോ എന്നുള്ളത് അതത് സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തണം അല്ലേ. അല്ലെങ്കിൽ ഒന്നുകിൽ നമുക്ക് അന്നം എത്തിക്കുന്ന ആൾക്കാരാണ്. ഈ യാത്രക്കിടയിൽ അല്പസമയം വിശ്രമിക്കാനുള്ള അനുവാദമൊക്കെ അവർക്ക് നൽകേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാലാവസ്ഥ വിശേഷങ്ങൾ. എല്ലാ നിർദ്ദേശങ്ങളും പ്രേക്ഷകർ കൃത്യമായി പാലിക്കുക, സുരക്ഷിതരായിരിക്കുക. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ശരി അശ്വതി. അപ്പോൾ നമുക്ക് സ്കൈ വാച്ചോട്ട് വീണ്ടും നാളെ കാണാം.